മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവായ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ 72ാമത് ഓർമ്മപ്പെരുന്നാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകമായ പ്രാർത്ഥനകളും ജാഗരണവും നോമ്പും ഭാഗ്യങ്ങളുടെ കലവറയായ ഖബറിങ്കിലേക്കുള്ള തീർത്ഥാടന പദയാത്രയുമൊക്കെയായി ഈ തിരുനാളിൽ സംബന്ധിക്കുവാനായി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ഓർമ്മപ്പെരുന്നാളിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവഹിതത്തിൻ്റെ നേർവഴികൾ അറിഞ്ഞ് ആ തിരിച്ചറിവിലൂടെ സത്യത്തെ പുൽകുവാൻ സധൈര്യം ആത്മസമർപ്പണം ചെയ്ത ആത്മീയ ആചാര്യനാണല്ലോ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി. ദൈവം വെളിപ്പെടുത്തിയ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ നെഞ്ചോട് ചേർക്കുവാൻ, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും സ്ഥാനമാനങ്ങളും ത്യജിച്ച് ത്യാഗത്തിൽ നെയ്തെടുത്ത കാഷായ വസ്ത്രവും ധരിച്ച് സ്വയം എളിമപ്പെടുത്തിയ ആത്മീയ സാധനയുടെ ആൾരൂപമായിരുന്നു അവന്യതാതൻ. ആ ആചാര്യൻ്റെ, ആ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി ഈ ദിവസം യാചിക്കാം. നമുക്കറിയാം എങ്ങനെയാണ് ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി തൻ്റെ ജീവിതത്തിൽ ഇത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചത്. എങ്ങനെയാണ് അവിടത്തേക്ക് തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാനും ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാനും സാധിച്ചത്? അതിനുത്തരം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം തമ്പുരാൻ്റെ കൃപയില്ലാതെ ഒരു ക്രൈസ്തവരെ സംബന്ധിച്ച് ജീവിക്കുവാൻ പ്രയാസമാണ്. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തിരിച്ചറിവിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് കൂദാശകളിൽ അധിഷ്ഠിതമായ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ, ആരാധനാ ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുവാനും അനുഷ്ഠിക്കുവാനും അനുധാവനം ചെയ്യുവാനും വന്യതാതനായ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിക്ക് കഴിഞ്ഞത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, പിന്നെയോ ദൈവം ദാനമായി നൽകിയതാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ സമ്മാനമാണ്, ഔദാര്യമാണ് കൃപ എന്ന് നമുക്ക് പറയാറുണ്ട്. കൃപയെക്കുറിച്ച് താത്വികമായ പഠനങ്ങളോ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾക്കൊക്കെ പുറത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവകൃപയെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നനുസരിച്ചിരിക്കും. കൃപയെ നാം വിശേഷിപ്പിക്കുന്നത് ദൈവിക ജീവനുള്ള പങ്കാളിത്തമെന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ജീവിതം. ക്രിസ്തുവിൽ നമ്മിൽ വളരുന്ന, നാം ക്രിസ്തുവിലായിരിക്കുന്ന ജീവിത അവസ്ഥ.
ഈ അവസ്ഥയാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഇനിമേലും ഞാനല്ല, പിന്നെയോ ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഇനിമേലിൽ ഞാനല്ല, ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു. അതെ, ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന അവസ്ഥയാണ് കൃപാവരത്തിൻ്റെ അവസ്ഥ, ജീവിത നിലപാട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗോഡ്സ് അബൈഡിങ് പ്രസൻസ് വിത്തിൻ us. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെയാണ് സാധാരണയായി ദൈവശാസ്ത്ര വീക്ഷണങ്ങൾക്കൊക്കെ അപ്പുറത്ത് കൃപ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. പുണ്യശ്ലോകനായ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി തൻ്റെ അച്ചടക്കപൂർവമായ പ്രാർത്ഥനാപൂർവമായ ആത്മീയ ജീവിതത്തിലൂടെയാണ്, കൂദാശ ജീവിതത്തിലൂടെയാണ് ഈ കൃപാവരം നേടിയെടുത്തത്. ഈ തിരിച്ചറിവാണ് ആ വന്യതാതനെ തൻ്റെ ഇടത്തോടുകൂടി വെല്ലുവിളികളെ നേരിടുവാനും മുന്നോട്ട് പോകുവാനും പ്രേരിപ്പിച്ചത്. മുണ്ടൻമലയിലെ 400 ഏക്കർ സ്ഥലം ഉപേക്ഷിക്കുവാനും സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർഷിപ്പ് ഉപേക്ഷിക്കുവാനും MD സെമിനറിയിലെ പ്രിൻസിപ്പൽ സ്ഥാനം തൃണവൽക്കരിക്കുവാനും ഒക്കെ ആ ആചാര്യനെ ബലപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ദൈവം ഔദാര്യപൂർവ്വം നൽകിയ കൃപാവരമാണ്. ആ കൃപയുടെ ശക്തിയാണ് തൻ്റെ ഇടത്തോടുകൂടി ധൈര്യത്തോടുകൂടി പ്രതിസന്ധികളെ വെല്ലുവിളികളെ നേരിടുവാനും മുന്നോട്ട് പോകുവാനും ആ താപസ ശ്രേഷ്ഠനെ ബലപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഒരു ചരിത്ര പുരുഷൻ എന്നതിനപ്പുറത്ത് ആ വന്യതാതൻ്റെ ജീവിത ദർശനവും ജീവിത മാതൃകയും മറ്റെന്നതിനേക്കാൾ ഏറെ ഇന്ന് അനിവാര്യമായൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നമ്മളുമൊക്കെ ജീവിക്കുന്നത്. പൗരോഹിത്യ ജീവിതവും സമർപ്പിത ജീവിതവും വിശ്വാസ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന, വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. ഇന്ന് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മറ്റെന്നത്തെക്കാളും ഏറെ പ്രാധാന്യത്തോടുകൂടി ആ ആചാര്യൻ്റെ ജീവിതത്തെ കാണുവാനും ആ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ തമ്പുരാനോട് അടുക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട്. ദൈവകൃപയാണ് ആ പുണ്യശ്രേഷ്ഠനെ ദൈവസമ്പാദനമെന്ന വലിയ കാഴ്ചപ്പാടിലേക്ക് നയിച്ചത്. ഞാൻ സൂചിപ്പിച്ചു, മറ്റെന്നത്തെക്കാളുമേറെ നമ്മുടെയൊക്കെ ജീവിതം, വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടം. കൃപാപൂരിതമായ ജീവിതം, കൃപ നിറഞ്ഞ ജീവിതം, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ബോധ്യമുള്ളവരായിരിക്കുന്നു. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്യാം, ഞാൻ എവിടെയാണ്, എൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യുവാനുള്ള സമയമാണ്. ദൈവകൃപ ചോദിച്ചു വാങ്ങുവാൻ, ഒരു ആത്മീയ ജീവിതം, കൂദാശ അധിഷ്ഠിതമായ, ദൈവവചന അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം രൂപപ്പെടുത്തുവാൻ നമുക്ക് നമ്മളെ തന്നെ സജ്ജരാക്കാം. മാറിവാനിയോസ് തിരുമേനിയെപ്പോലെ പരിശുദ്ധ അമ്മയുടെ മാർഗം കൈപിടിച്ചുകൊണ്ട് ആ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ തമ്പുരാൻ്റെ സ്വരത്തിന് കാതോർക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ ശൈലിയിൽ ചരിത്രത്തിലൂടെ നടക്കുവാനുള്ള നിയോഗം നാം ഇപ്പോൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കൃപാപൂരിത ജീവിതം ഒരുപാട് കാര്യങ്ങൾ നമ്മിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. വഴി മാറി നടക്കുവാനുള്ള നിയോഗമാണത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യത്തെ ഉപേക്ഷിക്കുന്ന, സമർപ്പിത ജീവിതത്തെ ഉപേക്ഷിക്കുന്ന, വിവാഹമോചനം നേടുന്ന, ജീവിതം അവസാനിപ്പിക്കുവാൻ മടിക്കാത്ത ഒരുപാട് പേരുള്ള ഒരു ജീവിത ചുറ്റുപാടിലാണ് നാം ഒക്കെ. മറ്റെന്നത്തെക്കാളും ഏറെ തമ്പുരാൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്, ആവശ്യമാണെന്ന തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടമാകുന്നുവോ അന്ന് നമ്മുടെ ജീവിതം വഴിമുട്ടും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ജീവിതം ക്ലേശകരമാകും. അവർ തർക്കിക്കുകയായിരുന്നു, മ്ലാനവതരായിരുന്നു. എവിടെ നമ്മുടെ ശിഷ്യത്വം തളരുന്നുവോ അവിടെ പത്രോസിനെ പോലെ ദൂരെ മാറി നാം അവനെ അനുധാവനം ചെയ്യാൻ നിർബന്ധിതരാകും.
ഒരു പരിചാരികയുടെ മുമ്പിൽ പോലും തൻ്റെ ഐഡൻറ്റിറ്റി, തൻ്റെ സ്വത്വം നിഷേധിക്കുവാൻ നമ്മളും നിർബന്ധിതരാകും. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ വേളയിൽ ആ ആത്മീയ ആചാര്യൻ്റെ പാത പിന്തുടർന്നുകൊണ്ട്, ആദർശങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ, ദൈവത്തെ നമ്മുടെ കൈമുതലായി ദൈവസമ്പാദനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും പൗരോഹിത്യ സമർപ്പിത ജീവിതത്തെയും എല്ലാം ഈ അൾത്താരയിൽ ചേർത്ത് വെച്ച് എന്താണോ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ച് ധന്യന്മാർ ഇവാനിയോസ് തിരുമേനയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സജീവമായി വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാരക്കുമോ.